ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു ഇടിയപ്പം വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയാൽ അത് അത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ കേട്ടോ. ഇടിയപ്പം നമ്മൾ സേവനാഴിയിലിട്ട് പിഴിയുന്ന സമയത്ത് നമുക്ക് ചിലർക്ക് ഒരുപാട് ബലം പ്രയോഗിച്ച് പിഴിയുന്നതുകൊണ്ട് തന്നെ നെഞ്ചുവേദന, കൈവേദന എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവോയ്ഡ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഈ ഒരു ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ടൊക്കെ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ബൗൾ അളവിലേക്ക് പച്ചരി പൊടിച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ പത്തിരിക്കും പുട്ടിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പച്ചരി പൊടിച്ചതാണ് ഞാനിവിടെ ഈ ഒരു കപ്പിലേക്ക് 1 ബൗൾ അളവിലേക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ 1 ബൗൾ അളവ് പൊടിക്ക് 1.5 ബൗൾ അളവ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മാവൊക്കെ വാട്ടിയിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ കൈ കൊണ്ട് കുഴയ്ക്കുന്ന പ്രശ്നമൊന്നും ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ബൗൾ മാവിലേക്ക് 1.5 ബൗൾ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് കൈവിടാണ്ട് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊരു ജസ്റ്റ് ഒരു ബബിൾസ് വരുന്ന സ്റ്റേജിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈവേദനിക്കാണ്ട് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടാണ്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടും കേട്ടോ. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചെറിയൊരു ബബിൾസ് വന്നതോടുകൂടി ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കൈവിടാണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് തവയിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആരും വരണ്ട. എനിക്കിതാണ് കംഫർട്ടബിൾ, ഞാൻ അതുകൊണ്ട് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇനിയും വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനിതാ ആ ഒരു മാവ് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈ തൊടാണ്ട് കൊണ്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. വാട്ടാണ്ടും കുഴയ്ക്കാണ്ടും ചൂടോട് കൈ വെക്കാണ്ടും ഒക്കെ നമ്മുടെ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചൂടായിട്ടാണ് ഉള്ളത് മാവ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് നന്നായിട്ട് ചൂട് ആറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കറിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അച്ചാറൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു കുഞ്ഞു ബൗളാണ് കേട്ടോ ആവശ്യം. അത് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൂൽപുട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മെത്തേഡാണ് നമ്മൾ ഈ ഒരു പാത്രം ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിയാപ്പച്ചില്ലിൽ ഇതുപോലെ ആ ഒരു പാത്രത്തിൻ്റെ നടുവിൽ ഇടിയാപ്പച്ചില്ലിൻ്റെ ആ ഒരു അടയാളം വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു സിസേഴ്സ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിൽ വേണം നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നല്ല മൂർച്ചയുള്ള ഇതുപോലുള്ള സിസേഴ്സാണ്. നിങ്ങൾക്ക് സിസേഴ്സ് കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നൈഫ് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ വേഗത്തിൽ തന്നെ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നോക്കിയേ ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഒരു അടിഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സേവനാഴിയിൽ നൂൽപുട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റേജ് ആവില്ലേ നമ്മൾ സേവനാഴിയിൽ മാവിട്ട് പിഴിയുന്ന സമയത്ത്. ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മാവ് മുഴുവനും നമുക്ക് ഇടിയാപ്പമായിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നൂൽപുട്ടായിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു അച്ച് വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂർച്ചയായിട്ടുള്ള ഭാഗം നൈഫ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ്. അത് മാത്രമല്ല വളരെ ഈസി ആയിട്ട് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ നൈഫ് ഇതുപോലെ ചൂടാക്കിയിട്ട് ഞാൻ ആ സൈഡ് മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ വേറൊരു നൂൽപുട്ടിൻ്റെ അച്ച് വെച്ചിട്ട് ചെയ്താലും ശരിയാവില്ല. കാരണം നമ്മൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സേവനാഴിയിൽ മാവിട്ട് കൊടുത്തിട്ട് നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ സേവനാഴിയിൽ മുഴുവനായിട്ടും മാവിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ആ ഒരു പാത്രത്തിൻ്റെ റൗണ്ട് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് നല്ല ഫിറ്റായിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ സേവനാഴിയിൽ ഇട്ട് കൊടുക്കുന്ന ആ
മുഴുവനായിട്ടും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണല്ലേ, നമ്മൾ സേവനാഴിയിൽ ഇതുപോലെ ഇടിയാപ്പം നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മാവ് നമുക്ക് വേസ്റ്റായിട്ട് ഉണ്ടാകും നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒരു ടൈം ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നീട് വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡിലായിരിക്കും ഇനി ഇടിയാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുക കേട്ടോ. നമ്മൾ അതുപോലെ മേലെ നമ്മൾ റെഡിയാക്കി ആ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വേസ്റ്റേജ് ഇല്ലാണ്ട് നമ്മൾ ഉള്ളിലിട്ട് കൊടുത്ത ആ ഒരു മാവ് മുഴുവനായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇടിയാപ്പം ഉണ്ടാക്കുന്ന ചിരട്ടയിലാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആ ഒരു തട്ട് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒരു തടസ്സവും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ നൂൽപുട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഞാൻ നൂൽപുട്ടൊക്കെ പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. കുറച്ച് പോലും മാവ് വേസ്റ്റ് ആവാണ്ട് നമ്മുടെ സേവനാഴിയിലുള്ള മാവ് മുഴുവനായിട്ടും പിഴിഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേവനാഴി ഞാൻ ഇതുപോലെ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇടിയാപ്പം പിഴിഞ്ഞതിന് ശേഷം ഞാനിതാ നിങ്ങൾക്ക് നമ്മുടെ സേവനാഴി ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. നോക്കിയാൽ മാവ് നമുക്ക് വേസ്റ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ മാവും പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുമൂലം തന്നെ നമുക്ക് സമയവും ലാഭമാണ്, വേഗത്തിൽ തന്നെ നമുക്ക് ഇടിയാപ്പം പിഴിയുന്ന ജോലിയും തീരൂട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇനി നിങ്ങൾ ഇതുപോലുള്ള പാത്രങ്ങൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങുന്ന ആ ഒരു കുഞ്ഞു പാത്രം കളയാണ്ട് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒരു തവണ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കൂട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നൂൽപുട്ടൊക്കെ പിഴിയാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു ഗ്രേറ്ററിലേക്കാണ് കേട്ടോ, ചീസ് ഗ്രേറ്ററിലേക്കാണ് ഇട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തുടക്കക്കാർക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഇടിയാപ്പൊക്കെ കഴിക്കാൻ പൂതി തോന്നുന്ന സമയത്ത് ഇതുപോലെ വാട്ടാണ്ടേയും കുഴയ്ക്കാണ്ടേയും സേവനാഴിയിലിട്ട് പിഴിയാണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നോക്കി ഞാൻ മാവ് ഈ ഒരു ചീസ് ഗ്രേറ്ററിലിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്രേറ്ററിൻ്റെ ഹോൾസ് വഴി പിഴിഞ്ഞു വരുന്നുണ്ട് കേട്ടോ മാവ്. കുറച്ച് സമയം എടുക്കും എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂൽപുട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. സേവനാഴിയിലൊക്കെ നമ്മൾ പിഴിയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് മാവ് പിഴിഞ്ഞു വരും. പക്ഷേ ഇതിൽ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇച്ചിരി സമയം എടുക്കുമെങ്കിലും സേവനാഴി ഉപയോഗിക്കാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇടിയാപ്പൊക്കെ ഇതുപോലെ ഗ്രേറ്ററിലും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നോക്കി ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് സേവനാഴിയിൽ പിഴിയുന്ന പോലെ പിഴിയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതുപോലെ നമുക്ക് ഗ്രേറ്ററിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ട് സേവനാഴിയിലൊക്കെ ഇട്ട് പിഴിയാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സേവനാഴിയിലിട്ട് പിഴിയാണ്ട് കൊണ്ട് ഇതുപോലെ ഗ്രേറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ മാവ് നിങ്ങൾ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം നമുക്ക് ഇതുപോലെ വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ഈസി ആയിട്ട് തന്നെ സേവനാഴിയിലിട്ട് പിഴിയാനും അതുപോലെ തന്നെ സേവനാഴി ഉപയോഗിക്കാണ്ട് കൊണ്ട് ഗ്രേറ്ററിലിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് തന്നെ നിങ്ങളും ഇതുപോലൊന്ന് ഇടിയാപ്പം തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.